50 വർഷം ഇരുന്നാലും ഒന്നും സംഭവിക്കുകയില്ല എന്ന്. അത് ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല, പറഞ്ഞിട്ടുമില്ല. ഞാൻ പറഞ്ഞത് ഈ ഒമൻ്റത്തിൽ മാത്രം കുരുങ്ങിയിരുന്നാൽ അതുകൊണ്ടാണല്ലോ ഈ 5 വർഷമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞത്. ഡോക്ടർ ലളിതാംബിക, ഉഷ ജോസഫിൻ്റെ ശസ്ത്രക്രിയ നടക്കുമ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആ ശസ്ത്രക്രിയ നടത്തിയ യൂണിറ്റ് മേധാവിയായിരുന്നു ഡോക്ടർ ലളിതാംബിക. എന്താണ് അന്ന് സംഭവിച്ചത്? ഇത് 5 കൊല്ലം മുമ്പുള്ള കാര്യമായിട്ട് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഈ ടി വിയിലൊക്കെ വന്ന് കണ്ട കാര്യങ്ങളാണ് നമുക്കറിയാം. ഞാനിപ്പോൾ റിട്ടയർ ചെയ്തുകൊണ്ട് എനിക്ക് കേസ് ഷീറ്റോ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. അന്ന് ആ യൂണിറ്റിൻ്റെ മേധാവി അല്ലെങ്കിൽ ഡോക്ടർ ലളിതാംബികയുടെ യൂണിറ്റ് ആയിരുന്നോ ഈ ശസ്ത്രക്രിയ നടത്തിയത്? അതെ, അങ്ങനെയാണ് ഇപ്പോൾ റെക്കോർഡ് പ്രകാരം ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അന്ന് കോവിഡ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ കോവിഡ് കോൺസെൻട്രേറ്റഡ് കാര്യങ്ങളിലായിരുന്നു. വളരെ അപൂർവമായിട്ടേ അന്ന് ശസ്ത്രക്രിയകൾ ചെയ്തിരുന്നുള്ളൂ. ഇതൊരു വലിയ ട്യൂമർ ആയതുകൊണ്ടായിരിക്കണം അന്ന് പെട്ടെന്ന് ചെയ്തു കൊടുത്തത്. അന്ന് ഈ ശസ്ത്രക്രിയ എന്തായാലും ഡോക്ടർ ലളിതാംബിക നടത്തിയിട്ടില്ല. ഡോക്ടർ ഷാഹിദയാണ് അന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് SIT ആശുപത്രിയിലുള്ള ഡോക്ടർ ഷാഹിദയാണ് നടത്തിയതല്ലേ? അത് ഇപ്പോൾ ഈ പേപ്പറിൽ കാണുന്നതല്ലാതെ ഞാൻ റിട്ടയർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഡോക്യുമെൻറ്റിനും ആക്സസ് ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഒഫീഷ്യലായിട്ട് പറയാൻ അറിഞ്ഞുകൂടാ. പേപ്പറിലും ടി വിയിലും വരുന്നതനുസരിച്ചുള്ള ന്യൂസ് എനിക്കതിനെപ്പറ്റിയുള്ളൂ. എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ ഉപകരണം, അത് കത്രിയ പോലെ കാണുന്നതാണ്. നിങ്ങളുടെ ഭാഷയിൽ അത് മൊസ്കിറ്റോ ഫോർസപ്പാണ്. ഇങ്ങനൊരു ഉപകരണം ഒരാളുടെ വയറ്റിൽ കിടന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ എനിക്ക് തരാനുണ്ട്. രാവിലെ ഞാൻ പറഞ്ഞതായി ഒരു തെറ്റായ കാര്യം മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് 50 വർഷം ഇരുന്നാലും ഒന്നും സംഭവിക്കുകയില്ല എന്ന്. അത് ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല, പറഞ്ഞിട്ടുമില്ല. എന്നോടൊരു മീഡിയ പേഴ്സൺ 20 കൊല്ലം ഉപകരണം വയറ്റിലിരുന്നാൽ ലക്ഷണം ഒന്നും ഉണ്ടാകുകയില്ലേ എന്ന് ചോദിച്ചു. അതായത് ഈ പേഷ്യൻറ്റ് പണ്ടൊരു സർജറി ചെയ്തിട്ടുണ്ട്, അത്ര എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഉപകരണം ഒമൻ്റം എന്നൊരു സ്ട്രക്ചർ വയറ്റിലുണ്ട്, ഒരു തിക്ക് ഫാറ്റി സ്ട്രക്ചറാണ്. ഒമൻ്റത്തിൽ കുരുങ്ങിയിരുന്നാൽ ചിലപ്പോൾ ലക്ഷണം ഉണ്ടാകത്തില്ല, 20 ആയാലും 50 ആയാലും അറിയത്തില്ല. പക്ഷേ ഈ ഉപകരണം മൂത്രസഞ്ചിയിലോ ഇൻഡസ്ട്രിയിലോ എല്ലാം തട്ടി നിന്നാൽ തുളച്ച് കയറുകയൊക്കെ ചെയ്താൽ സിവിയർ പെയിനും മറ്റു കാര്യങ്ങളും ഉണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞതിൽ 50 കൊല്ലം ഇരുന്നാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് മാത്രം എടുത്ത് മീഡിയകൾ വളരെ എനിക്ക് വലിയ സങ്കടമായിപ്പോൾ. ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഇതുപോലെ ഉപകരണം ഇരുന്നാൽ അത് ഏത് അവയവത്തിൽ ഇഞ്ചുറി ഉണ്ടാക്കുന്നോ അതനുസരിച്ച് തീർച്ചയായിട്ടും രോഗിക്ക് ലക്ഷണങ്ങളുണ്ടാകും. ഞാൻ പറഞ്ഞത് ഈ ഒമൻ്റത്തിൽ മാത്രം കുരുങ്ങിയിരുന്നാൽ അതുകൊണ്ടാണല്ലോ ഈ 5 വർഷമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞത്. ചിലപ്പോൾ 20 വർഷമായാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ഒമൻ്റത്തിൽ മാത്രം ഇരുന്നാൽ, ഈ ഒമൻ്റത്തിനെ പോലീസ് മാൻ ഓഫ് ദ അബ്ഡമൻ എന്നാണ് പറയുന്നത്. എന്ത് ഫോറിൻ ബോഡി വന്നാലും ഒമൻ്റ അതിനെ ചുറ്റി വരിഞ്ഞ് അതിനെ സെക്യൂറാക്കി അങ്ങ് വെക്കും. അപ്പോൾ ഒമൻ്റത്തിൽ ഇരിക്കുന്നിടത്തോളം 20 ആയാലും 50 ആയാലും അതിനൊരു വ്യത്യാസം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിലൊരു പകുതി ഭാഗം മാത്രം എടുത്ത് ഭയങ്കരമായിട്ട് മീഡിയയിൽ വരുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും ഒരു ഫോറിൻ ബോഡി ഇരുന്നാൽ ഏത് അവയവത്തിനെ അത് ഉപദ്രവിക്കുന്നു അതനുസരിച്ച് രോഗിക്ക് ലക്ഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 50 വർഷം ഇരുന്നാൽ പ്രശ്നം ഉണ്ടായില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡോക്ടർ രാവിലെ പറഞ്ഞത് ആളുകൾ തെറ്റിദ്ധരിച്ചതാണ്. ഈ ഒരു ഉപകരണം വയറ്റിൽ കിടന്നാൽ തീർച്ചയായും രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, പ്രശ്നം വരും. അത് ഏത് അവയവത്തിൽ കൊള്ളുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. ഒമൻ്റത്തിൽ മാത്രം ഇരുന്നാൽ വർഷങ്ങളോളം ഒന്നും വരത്തില്ല. അത് നമുക്ക് അനുഭവമുണ്ട്. ഈ കോപ്പർട്ടിയൊക്കെ പെർഫറേറ്റ് ചെയ്തിട്ട് 40 വർഷമായിട്ടും ഒരു കുഴപ്പമില്ലാതെ എക്സ്റേ കാണാം. അത് ചെറിയ സാധനം, പക്ഷേ അതും കോപ്പർ ഉള്ളതാണ്. കോപ്പർ ഹൈലി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാക്കുന്നതാണ്. ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് ഈ ഒമൻ്റത്തിൽ മാത്രം ഇരുന്നാൽ ഒന്നും സംഭവിക്കത്തില്ല, അറിയത്തില്ല. നമ്മൾ ഒമൻ്റം ഭയങ്കര കട്ടിയുള്ള ഫാറ്റി ലെയറാണ്. അത് ഒമൻ്റത്തിൽ നിന്ന് വിട്ടുമാറി ഏതെങ്കിലും അവയവത്തിൽ പോയാൽ തീർച്ചയായിട്ടും രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. രോഗി തീർച്ചയായിട്ടും മെഡിക്കൽ ഹെൽപ്പ് സീക്കേണ്ടി വരും. ഇന്ന് ഡോക്ടർ ഇത് പറഞ്ഞതിനെക്കുറിച്ച് ആരോഗ്യമന്ത്രി പറഞ്ഞത് സ്വന്തം ജീവിതത്തിൽ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കണം എന്നാലേ ഇതിൻ്റെ വേദന മനസ്സിലാവുമെന്ന്. ഇല്ല, അതൊരു കാര്യമുണ്ട്. ഞാൻ ഓരോ പേഷ്യൻറ്റും എൻ്റെ സ്വന്തമാണെങ്കിൽ എങ്ങനെ ചികിത്സിക്കുന്ന ആലോചിച്ച് ചികിത്സിക്കുന്ന ഒരാളാണ്. ഞാൻ 38 വർഷമായിട്ട് ആലപ്പുഴയിലുണ്ട്. 3 തലമുറയെ ഞാൻ വലിയ കേടുപാടുകളില്ലാതെ തന്നെ ചികിത്സിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് അത് മന്ത്രിക്ക് തെറ്റിദ്ധാരണ നാച്ചുറലി ആര് കേട്ടാലും ഞാനാണേലും റിയാക്ട് ചെയ്യത്തില്ല. 50 കൊല്ലം ഇരുന്നാലും ഒന്നും വരത്തില്ല എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഇത് ഒമൻ്റത്തിലിരുന്നാൽ 20 അവരെന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ്. 20 കൊല്ലം ഇരുന്ന അതൊന്നും, പക്ഷേ അത് റെക്കോർഡിങ് വരുന്നില്ലല്ലോ. 20 കൊല്ലം ഇരുന്നാൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് 20 അല്ലേ 50 ആയാലും ഈ ഒമൻ്റത്തിലിരുന്നാൽ ഒന്നും വരത്തില്ല, ഒരു കുഴപ്പവും വരത്തില്ല എന്ന് ഞാൻ പറയും. ഒമൻ്റം എന്നുള്ള ആ ഒരു വാക്ക് ഒരു പക്ഷേ സ്ട്രൈക്ക് ചെയ്തില്ലായിരിക്കാം. പിന്നെ എനിക്ക് വളരെ ഇതൊക്കെ നമ്മൾ 2 ഭാഗത്തിനും ഞാൻ മറുപടി പറയാം. ഒന്ന്, എനിക്ക് ഓർമ്മയില്ല പക്ഷേ എങ്ങനെ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു എന്നുള്ളത്. അതിൻ്റെ റീസൺ ഇത് 3.5 കിലോയുള്ള ട്യൂമറാണെന്നും ഉള്ള ഇത് പേപ്പറിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചല്ലോ, മീഡിയയെ കണ്ടല്ലോ. അപ്പോൾ എനിക്ക് റിട്ടയർ ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുന്നേ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സർജറി ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഓർമ്മ. കാരണം 3.5 കിലോ എന്നും ചെയ്യുന്ന സർജറി അല്ല. 3.5 കിലോ ട്യൂമർ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഓർക്കും. അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞത്. അത് മനസ്സിലായോ? എനിക്ക് ഈ സംഭവം എനിക്ക് ഓർമ്മയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ 3.5 കിലോ ഉള്ളത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ 12 കിലോ ചെയ്തിട്ടുണ്ട്, 14 കിലോ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ ഇത്രയും വലിയ ചെയ്യുവാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഓർത്തേനെ. പിന്നെ ഈ വീട്ടിൽ വന്ന് വീട്ടിൽ വരുന്ന ആളുകളെല്ലാം മറുപടി ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം അവർ പറഞ്ഞു എനിക്ക് പൈസ തന്നെന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ പറ്റത്തില്ല. പക്ഷേ അത് ഒരു തെറ്റായ ആരോപണമാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ അവർക്ക് എൻ്റഗണൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമുക്കൊരു വാശിയിലും വൈരാഗ്യത്തിലും പോയിട്ട് യാതൊരു കാര്യവുമില്ല. എങ്ങനെ രീതിയിലുള്ള ഡോക്ടറാണ് ഞാനെന്ന് നിങ്ങൾ ആലപ്പുഴക്കാർക്ക് അന്വേഷിച്ചാൽ ഒരുപാട് പേർക്ക്, പാവങ്ങൾക്ക് ഞാൻ ഉപകാരം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ റിട്ടയർ ചെയ്തത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കേസുകൾ പിന്നെ പ്രൈവറ്റിലോട്ട് റെഫർ ചെയ്യാതെയും പിന്നെ മെഡിക്കൽ കോളേജിലുള്ള സൗകര്യത്തിൽ പരമാവധി രോഗിയുടെ കൂടെ രാത്രിയും പകലും ഇരുന്ന് ഞാൻ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അതിനെനിക്ക് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്. എവിടെയെങ്കിലും ചില പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടർ ലളിതാംബിക അപ്പോൾ ഈ ഉഷാ ജോസഫ് കണ്ടിട്ടേ ഇല്ല. ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ലളിതാംബികയുടെ യൂണിറ്റിലെ മറ്റൊരു ഡോക്ടറാണെങ്കിലും ഇവർ വന്ന് കണ്ടിട്ടേ ഇല്ല. നമുക്കറിയാൻ പറ്റത്തില്ല. പലരും വരും നമ്മുടെ അടുത്ത്. ഒത്തിരി പേര് വന്ന് സങ്കടം പറയുന്നവരുണ്ട്. നമ്മൾ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചിലപ്പോൾ സഹായിച്ചിട്ട് സർജറിക്ക് സാധനം മേടിച്ചു കൊടുത്തിട്ടുള്ളവരുണ്ട്. പരാതി പറയാൻ വരുന്നവരുണ്ട്. ഒത്തിരി പേരുണ്ട്. ഞാൻ ഹെഡ് ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് എല്ലാ യൂണിറ്റിലെ ആളുകൾ നമ്മുടെ അടുത്ത് ഓരോരോ കാര്യത്തിന് വരും. ഈ മെഡിക്കോ ലീഗൽ ഇഷ്യൂസ് ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആലപ്പുഴക്കാരി പരിചയത്തിലാണ്. ഉഷാ ജോസഫ് വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. വീട്ടിൽ ഡോക്ടർ ആളുകളെ കാണാറുണ്ടോ? അറിയോ, എത്രയോ പേര് വീട്ടിൽ രോഗികളെ കാണാറുണ്ടോ? വല്ലപ്പോഴൊക്കെ കാണാറുണ്ടായിരുന്നു. വീട്ടിൽ മന്ത്രി പറയുന്നത് പണ്ട് അത് തെറ്റാണ്. നോൺ പ്രാക്ടീസിംഗ് അലവൻസ് വാങ്ങുന്ന മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ എങ്ങനെയാണ് രോഗികളെ വീട്ടിൽ കാണുന്നത്? ഞാനിത് ഇവിടെ തർക്കിക്കാനോ വർത്തമാനം പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു ക്ലോസ് ചാപ്റ്ററാണ്. ഞാൻ ഒരുപാട് പേരെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ടെന്നും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അത് ആർക്കാരുടെ തലയിലും വെക്കാം എന്നുള്ളത് വേറെ കാര്യം കേട്ടോ. അതുകൊണ്ട് എനിക്ക് എന്നോട് ചോദിക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ വന്ന് കയറിയതേ ഉള്ളൂ. എനിക്കറിഞ്ഞൂടാ. ഇല്ല, വീട്ടിൽ കാണാറില്ല. രോഗികളെ വീട്ടിൽ കാണുക എന്ന് പറഞ്ഞാൽ എല്ലാം പൈസ ഇടപാടല്ല. ഇത് പല കാര്യങ്ങളിൽ പേഴ്സണൽ റിലേഷനുള്ളവർ, പരിചയക്കാർ, രാഷ്ട്രീയക്കാർ വിളിച്ചു പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പേര് വരും. മനസ്സിലായി? അവരെല്ലാവരും നമ്മൾ നല്ല രീതിയിൽ നല്ല കാര്യത്തിലുമാണ് ചെയ്യുന്നത്. അല്ലാതെ ആരോടും ഞാനൊരു അങ്ങനത്തെ ഒരാളല്ല. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ആലപ്പുഴയിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, എങ്ങനെയുള്ള ആളാണെന്ന് അന്വേഷിച്ച് നോക്കൂ കേട്ടോ. ശരി. ശ്രീമതി ജോയ്സി ബെന്നി ഉഷാ ജോസഫിൻ്റെ ബന്ധുവാണ്. ജോയ്സി കേട്ടല്ലോ, ഈ ഡോക്ടറെ കണ്ടിട്ടേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഡോക്ടറിനെ ഒരു പ്രാവശ്യം ഒന്നും ഒരു ഡോക്ടറിനെ പോയി കണ്ടാലൊന്നും ഒരു ഓപ്പറേഷത്തിന് ഡോക്ടർ റെഡിയായില്ല. ഒരു 6 മാസക്കാലം അടുപ്പിച്ച് ഈ ഡോക്ടർ പറയുന്ന അവധികൾക്കൊക്കെ ചെന്ന് ഡോക്ടർ ഫീസ് കൊടുത്ത് അത് കഴിഞ്ഞ് ഡോക്ടർ ഓപ്പറേഷൻ ഇന്ന ഡേറ്റിന് ചെയ്യാമെന്ന് ഡോക്ടർ പറയും. ആ ഡോക്ടറിന് ആ ഓപ്പറേഷത്തിൻ്റെ തലേന്ന് ഡോക്ടറെ വീട്ടിൽ പോയി കണ്ട് ഡോക്ടർ പൈസ കൊടുത്തതിന് ശേഷമേ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാറുള്ളൂ. ഡോക്ടർ ചെയ്തിട്ട് ഡോക്ടറിന് ഓർമ്മയില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ റിട്ടയർഡ് ആയിട്ടില്ല. ഞങ്ങളുടേതാണ് രോഗി. ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് അത് ചെയ്തത്, കൊടുത്തതും. ഡോക്ടർ മറന്നു പോകും, പക്ഷെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റിയല്ല. ഡോക്ടർ ഇപ്പോൾ റിട്ടയർഡ് ആകാനുള്ള ധൃതിക്കായിരിക്കും ഡോക്ടർ ചിലപ്പോൾ കത്രിയ ഉള്ളിലിട്ടേച്ച് സ്റ്റിച്ചിട്ട് വിട്ടത്. ഞങ്ങളുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്
ഈ ഡോക്ടറെ തന്നെയാണ് വീട്ടിൽ പോയി കണ്ടത്. കണ്ടത്. അപ്പോൾ ഈ ഡോക്ടറുടെ യൂണിറ്റിലെ മറ്റൊരു ഡോക്ടറാണ് യഥാർത്ഥത്തിൽ ഈ ഓപ്പറേഷൻ നടത്തിയത് എന്ന് പറയുന്നു. ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ വിശദീകരണവും അതാണ്. ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ഷീറ്റിൽ എൻ്റെ പേരാണെങ്കിൽ ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുക എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ ലളിതാംബികയാണ് നിങ്ങൾ കണ്ടത്. ലളിതാംബിക നിർദ്ദേശിച്ചനുസരിച്ചായിരിക്കും മറ്റൊരു ഡോക്ടർ ചെയ്തത് അല്ലേ? ഇല്ല, ഞങ്ങൾ ലളിതാംബികയെ കണ്ടത്. ഡോക്ടറാണ് ഓപ്പറേഷത്തിന് വന്നതെന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. വേറൊരു ഡോക്ടർ അവിടെ വരാൻ അത് ഡോക്ടറിൻ്റെ ഇതായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം. ഞങ്ങൾ കണ്ടിരിക്കുന്നത് ലളിതാംബിക ഡോക്ടറിനെ. വീട്ടിൽ പോയി തന്നെയാണ് കണ്ടത്. ഡോക്ടറാണ് അത് കാര്യങ്ങൾ, ഈ ഡോക്ടറിനെ തന്നെ ഞങ്ങൾ കണ്ടത്. വീട്ടിൽ ഈ ഡോക്ടർ രോഗികളെ നോക്കാറുണ്ടായിരുന്നു ആ സമയത്ത്? നോക്കാറുണ്ട്, സ്കാൻ ചെയ്യാറുണ്ട്, എല്ലാം ഡോക്ടറിൻ്റെ വീട്ടിൽ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതാണ്, പണം കൊടുത്തതാണ്? പണം കൊടുത്തിട്ടാണ് ഡോക്ടർ അത് ചെയ്യാറുള്ളത്. അല്ലാണ്ട് ഡോക്ടർ ആരെ ഫ്രീ ആയിട്ടൊന്നും നോക്കിയിട്ടൊന്നും ഞങ്ങളത് ചെയ്തിട്ടില്ല. മറ്റുള്ളവർക്ക് ഡോക്ടർ ചെയ്ത് കാണുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞങ്ങളുടെ കാര്യത്തിന് അത് ഡോക്ടർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരാഴ്ച, ഒരു മാസത്തിൽ 2 പ്രാവശ്യം ചെല്ലാൻ പറയുമ്പോഴും 2 മാസവും ഡോക്ടർ ഫീസ് കൊടുത്തേണ്ടത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ ഇപ്പോൾ ഉഷ ജോസഫിനുണ്ടായ പ്രശ്നങ്ങൾ എന്തായിരുന്നു? എങ്ങനെയാണ് വയറ്റിൽ ഈ കത്രിക ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്? ഉഷയ്ക്ക് ഇപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞത് മുതൽ മിക്കപ്പോഴും വയറുവേദന, നടുവേദന, കുത്തിക്കൊള്ളുന്നു, ഒരു ജോലിയും ചെയ്യാം. അപ്പം ഞങ്ങൾ ഇവളുടെ മടിയാണെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. ഇവൾക്ക് മടിയാണ് ജോലി ചെയ്യാനുള്ള, അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എപ്പോഴും എന്ന് വെച്ചാൽ ഈ 5 വർഷക്കാലം ഏത് സമയം ഇവളെ ആശുപത്രി കൊണ്ടുപോകാനേ സമയമുള്ളൂ. ഡോക്ടർമാരുടെ വീട്ടിൽ കൊണ്ടുപോകും. ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു നിർമ്മല ഹോസ്പിറ്റലുണ്ട്. മിക്കപ്പോഴും അവിടെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കും, മരുന്ന് മേടിക്കും, ഇങ്ങനെ പോരിയ വേദനക്കുള്ള. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ ഈ കുറച്ച് നാളായിട്ട് മൂത്രം പോകുന്നതിന് വരെ ബ്ലഡാണ് പോകുന്നത്. അപ്പോൾ ബ്ലഡ് പോകാൻ തുടങ്ങി, മൂത്രത്തിൽ പഴുപ്പാണ്. ഇങ്ങനെയൊക്കെ മൂത്രം ടെസ്റ്റ് ചെയ്യും, പിന്നെ അങ്ങനെ മരുന്ന് മേടിക്കും. അപ്പോൾ പിന്നെ ഈ നാസർ ഡോക്ടറിനെ ഒരു 6 മാസത്തോളമായി നാസർ ഡോക്ടറിനെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂത്രത്തിൽ കല്ല് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പിന്നെ അത് കഴിഞ്ഞ് ബ്ലഡ് ഇതൊക്കെ എല്ലാം ചെയ്തിട്ട് മൂത്രം ടെസ്റ്റ് ചെയ്തിട്ട് പഴുപ്പുമുണ്ട്, മൂത്രത്തിൽ കല്ലുമുണ്ട്. അപ്പോഴത്തെ അങ്ങനെ അത് കഴിഞ്ഞ് മെനിഞ്ഞാന്ന് ഡോക്ടർ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു എക്സ്റേ കൂടെ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്റേ എടുക്കാനായിട്ട് പോകുന്നത് ചങ്കേഴ്സിൽ ചെന്നപ്പോഴത്തേനും എക്സ്റേ എടുത്തപ്പോൾ അവിടെ ചങ്കേഴ്സിലുള്ളവർ പറഞ്ഞു, ചേച്ചി പെട്ടെന്നൊരു ഡോക്ടറെ കാണാൻ, ചേച്ചിയുടെ വയറ്റിൽ കത്രികയാണെന്ന് പറഞ്ഞു. അവരെ കൊണ്ടുവന്ന് നാസർ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് മോൻ്റെ നമ്പർ മേടിച്ചിട്ട് പറഞ്ഞ് പിന്നെ ഈ നമ്പറിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ വിളിച്ചത്. നിങ്ങൾ നാളെ 8 മണിക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വരാൻ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചെന്ന് അപ്പോഴത്തേനും ഒരു 2 ഡോക്ടർമാർ വന്ന് ഇവിടെ ഒരു റൂമിലോട്ട് കയറ്റിയിട്ട് പറഞ്ഞ് പിന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരാം. ഈ ഓപ്പറേഷൻ ഒരു പൈസ പോലും മേടിക്കാണ്ട് ഫ്രീ ആയിട്ട് ഇവിടെ ഓപ്പറേഷൻ ചെയ്തു തരാം. ഈ കാര്യം പുറത്തോട്ടൊന്നും പറയേണ്ട, നമുക്ക് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാമെന്നാണ് ആ ഡോക്ടർമാർ പറഞ്ഞത്. അവർ തന്നെ കൂട്ടിക്കൊണ്ടുപോയി എക്സ്റേ എടുത്ത്, ECG എടുത്ത്, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത്, മൂത്രം ടെസ്റ്റ് ചെയ്ത്, എല്ലാ ടെസ്റ്റുകളും അവർ തന്നെ കൊണ്ടു നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെ അവരൊരു ഡേറ്റ് ഇട്ടത് തിങ്കളാഴ്ച വന്ന് അഡ്മിറ്റ് ആകാനാണ് പറഞ്ഞത്. തിങ്കളാഴ്ച അഡ്മിറ്റായിട്ട് ചൊവ്വാഴ്ച നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞു വിട്ടത്. അത് അവർ പറഞ്ഞ പ്രകാരം തന്നെ ഈ അമ്മയും മോനും അത് മൂടി വെക്കുകയാണ് ചെയ്തത്. അവിടുത്തെ ഡോക്ടറിൻ്റെ ആവശ്യപ്രകാരം അവരത് ആരോട് പറഞ്ഞതുമില്ല. പക്ഷെ ഞങ്ങൾ ഇന്നലെ ഒന്ന് കാണാൻ ചെന്നപ്പോഴാണ് ഇവളീ ഇതെടുത്ത് കാണിച്ചത്, എൻ്റെ വയറ്റിൽ കത്രികയാണെന്ന് പറഞ്ഞ് കരഞ്ഞുണ്ടായി ഇത് കാണിച്ചത്. അപ്പോഴീ മകൻ അവിടെ ഇല്ല. അങ്ങനെയാണ് ഞങ്ങളാണ് ഇത് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചത്. കാര്യം നാളെ ഇത് വേറൊരാൾക്ക് സംഭവിക്കാൻ പാടില്ല. ഞങ്ങളെല്ലാം പാവപ്പെട്ടവരാണ്. ഞങ്ങൾ നാളെ ചെല്ലുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിലോട്ടാണ്. അപ്പോൾ ഇത് വേറൊരാൾക്ക് ഇതിന് സംഭവിക്കരുത്, അതാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പോൾ ഈ കൊച്ചാണെന്ന് പറയുക എന്തുമാത്രം വേദന അനുഭവിച്ച് ഒരു തൊഴിലുറപ്പ് പാട്ടി ചെന്നാലും അവളെല്ലാവരും കളിയാക്കി വിടുകയാണ്, പണി ചെയ്യാൻ മടിയാണെന്ന്. പക്ഷെ അവൾക്ക് കുമ്പിടുമ്പോൾ കുത്തിക്കൊള്ളുന്നു, അവൾക്ക് ഒത്തിരി അസ്വസ്ഥതയാണ്. ഇപ്പം ഇത് എന്തെല്ലാം അവയവങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും ഈ കത്രിക കിടന്നുണ്ട്. ആ ഡോക്ടർ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, അതുപോലെ അസ്വസ്ഥത, അത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് ഇപ്പോൾ പിന്നെ അമൃതയിലെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ പെണ്ണിന് അതൊരു ഇതായിട്ട് തന്നെ മാറും.
ഡോക്ടർ ഇപ്പം നിഷേധിച്ച ഡോക്ടർക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ പോയി. പക്ഷെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളത് മറന്നിട്ടുമില്ല, ഞങ്ങൾ വിടിയേവില്ല, ഞങ്ങൾ നീതിക്ക് വേണ്ടി തന്നെ പോകും.